മാലിന്യം സ്വന്തമായി നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്ന റെയിൽവേയുടെ വാദം തെറ്റ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ യാർഡിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടും കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ട് ചെന്ന് മാലിന്യം മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും റെയിൽവേ ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ കൈകഴുകിയ റെയിൽവേയുടെ അനാസ്ഥയാണ് കൊച്ചുവേളിയിൽ കാണുന്നത്. ഈ കാണുന്നത് കോർപ്പറേഷന്റെ ഭൂമിയല്ല, ഇന്ത്യൻ റെയിൽവേയുടേതാണ്. കാണുന്നത് കൃത്യമായ മാലിന്യ സംസ്കരണമല്ല. മാസങ്ങളായി ഒരു മാനദണ്ഡവും പാലിക്കാതെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യമാണ്. മാലിന്യം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകി. കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ടെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നിട്ടും നിസ്സംഗതയാണ് റെയിൽവേക്ക്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ യാർഡിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത് ലോഡ് കണക്കിന് മാലിന്യം. മഴക്കാലത്തിന് മുമ്പേ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണമെന്ന് പറഞ്ഞതാണ്. അതും റെയിൽവേ കേട്ടില്ല. മന്ത്രിയുടെ വാക്കിനും റെയിൽവേക്ക് പുല്ലുവില. മാലിന്യമെടുക്കാൻ കരാറുകാരുണ്ട്, കൃത്യമായ സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന റെയിൽവേയുടെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ റെയിൽവേക്ക് പങ്കില്ലെന്ന് പറയുന്നവർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. Kochiveli also same arrangements are there. Somehow, someday the agency is not there, or some agency, sometimes a vehicle is not available. So there is some accumulation. ഇതാ കൊച്ചുവേളിയിലെ മാത്രം കഥ. ഇതുപോലെ നഗരത്തിന്റെ മറ്റു പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട്. അത് മാറ്റാൻ കോർപ്പറേഷനും ഉത്തരവാദിത്തമുണ്ട്. കോർപ്പറേഷനെയും റെയിൽവേയും മാത്രം കുറ്റം പറയുമ്പോൾ നമ്മൾ കൂടി ചിന്തിക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.